റെക്കോർഡ് ചെയ്തോ? Yes, good evening. Good evening, sir. Good evening, Mubina. Good evening, sir. Jasna, good evening. You wait ചെയ്യണോ ജസ്ന? ആരെങ്കിലും വരുമോ? വരും സാർ. അയ്യോ, രണ്ടുപേരും കൂടെ നോക്കാം. രണ്ടുപേരും നോക്കാം. അപ്പൊ രണ്ടായി പെട്ടെന്ന് 3-4 പേരൊക്കെ അല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ 5 പേരല്ലേ ആയിട്ടുള്ളൂ. Good evening, sir. ഓക്കെ നസീമ, ഗുഡ് ഈവനിങ്. സബിക. യെസ് സർ. അനക്കൊന്നും കേൾക്കാതെ വിളിച്ചാലോ? ഉണ്ട് സർ, ഞാൻ ഓണാക്കിച്ച് കുറച്ച് അപ്പുറത്ത് പോയി. ആൻസൽ ആൻഡ് ജോസഫ്. ആൻസൽ ആൻഡ് ജോസഫ്. Andrea. Andrea Mindo. ഓക്കെ, നമുക്ക് ആരംഭിച്ചാലോ? രണ്ടുപേരില്ലേ? ഓക്കെ. അപ്പൊ ഇന്നലെ നമ്മൾ കുറച്ച് ഗ്രാമറൊക്കെ പറഞ്ഞതുകൊണ്ട് വീണ്ടും ഇന്ന് നമ്മൾ ഗ്രാമറൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമെന്നുള്ളത് കൊണ്ട് ഇന്ന് വേറൊരു കാര്യം നമുക്ക് ചെയ്യാം. ഞാനൊരു 4 സെന്റൻസ് പറയാം. ആ 4 സെന്റൻസ് 4 വരി സെന്റൻസ് നിങ്ങൾ എഴുതിയെടുക്കും. ഓക്കെ, 4 വരിയുള്ളൂ. ഓക്കെ, ഫസ്റ്റ് വരി, ഫസ്റ്റ് സെന്റൻസ് ഒരു സ്റ്റാറോ ഒരു എഴുതിയാൽ മതി. I left home. I left, L-E-F-T, left home early, E-A-R-L-Y, early in the morning. Early in the morning. Okay, full stop. രണ്ടാമത്തെ സെന്റൻസ്, സെക്കൻഡ് വേർഡ്. I had, രണ്ടാമത്തെ സെന്റൻസ് ഒരു സ്റ്റാർ ഇട്ടിട്ട് എഴുതിയാലും മതി. I had
an interview, INTERVIEW, an interview for the post of office assistant, for the post of office assistant. മൂന്നാമത്തെ സെന്റൻസ്, തേർഡ് വൺ. by the time I reached, reached, comma, the interview, INTERVIEW, the interview had already started. അടുത്തത് നാലാമത്തെ സെന്റൻസ്. even though I left home early, early, comma, there was heavy, heavy traffic, 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 traffic. Okay, yes, 4 സെന്റൻസ് കഴിഞ്ഞു. നസീമ 4 സെന്റൻസ് ഒന്ന് വായിച്ചേ. സാറിന് 4 സെന്റൻസ് എഴുതിയിട്ടില്ല, അതുകൊണ്ടാണ് ലാസ്റ്റ് മാത്രമേ കേട്ടുള്ളൂ. യെസ്, സബീക ഒന്ന് വായിച്ചേ. ഇപ്പൊ എഴുതിക്കോട്ടെ, 4 സെന്റൻസ് ഒക്കെ വേണം, എന്നാലും നമുക്ക് അടുത്തതിന് പുറകെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ശരി, അവര് പറയുമ്പോ എഴുതിയെടുക്കാം. സബീക ഒന്ന് പറഞ്ഞേ. സാവകാശം വായിച്ചാൽ മതി, അവർക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ വായിച്ചാൽ മതി. I left home early in the morning. I left home early in the morning. രണ്ടാമത് വായിച്ചോളൂ സബീക. സബീകയുടെ നെറ്റ് പോയി നോക്കും. സബിക പോയ ഞാൻ വീണ്ടും ഐ ലെഫ്റ്റ് എഴുതി. ഇല്ല, അത് ആദ്യത്തെ വാചകത്തിലൂടെ, രണ്ടാമത്തെ വാചകം വേറെയാണ്. ഐ ലെഫ്റ്റ് ഹോം ഏർലി ഇൻ ദ മോർണിംഗ്. പിന്നെ അടുത്തത് ജസ്റ്റ് Yes, sir. രണ്ടാമത്തെ I had an interview for the post of office assistant. Okay, I had an interview for the post of office assistant. I had an interview for the post of office assistant. സോറി സാർ, നെറ്റ് ഒന്ന് പോയി. നെറ്റ് പോയിരുന്നു. ഞാനിങ്ങനെ വായിക്കണ ആരും റെസ്പോണ്ട് ചെയ്യാത്തപ്പോഴാണ് നോക്കിയത്. നെറ്റ് പോയി. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ സെന്റൻസ് സബിയക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ വായിച്ചാൽ മതി. നോക്കിയാൽ രണ്ടാമത്തെ സെന്റൻസ് ഒന്നുകൂടി പറയാം. I had an interview for the post of office assistant. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ വായിച്ചു. By the time I reached, comma, the interview had already started. സാവകാശം വായിച്ചു. By the time
I reached, comma, the interview had already started. അടുത്തത് വായിക്കട്ടെ. നാലാമത്തെ വായിച്ചു. Even though I left home early, even though I left home early, comma, there was heavy traffic. There was heavy traffic. Okay, sir. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ യെസ്, ജസ്ന, ഈ 5 വാചകത്തിന്റെയും അർത്ഥം ഒന്ന് പറഞ്ഞേ. I left home early in the morning. എന്ന് വെച്ചാല് ഞാൻ വീട്ടിൽ നിന്ന് നേരത്തെ പുറപ്പെട്ടു. വെരി ഗുഡ്. രണ്ടാമത്തത്. I had an interview for the post of office assistant. എനിക്കൊരു ഇന്റർവ്യൂ ഓഫീസ് അസിസ്റ്റന്റിന്റെ ഒരു പോസ്റ്റിലേക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഓക്കെ, ഉണ്ടായിരുന്നു. ബൈ ദ ടൈം ഐ റീച്ച്ഡ് ദാറ്റ് ദ ഇന്റർവ്യൂ ഹാഡ് ഓൾറെഡി സ്റ്റാർട്ടഡ്. ഞാൻ എത്തിയപ്പോഴേക്കും ഇന്റർവ്യൂ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഓക്കെ. Even though I left home early, there was heavy traffic. എന്നിരുന്നാലും വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങി, എന്നിരുന്നാലും അവിടെ ഭയങ്കര ട്രാഫിക് ആയിരുന്നു, ഹെവി ട്രാഫിക് ആയിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ഈവൻ ദോ ഐ ലെഫ്റ്റ് ഹോം ഏർലി there was heavy traffic. ഓക്കെ, അപ്പൊ ഈ 4 വാചകങ്ങളെ പരിഗണിച്ചുകൊണ്ട് മുബീന. Yes, sir. ഓക്കെ, മുബീനയോട് ഞാൻ 2-3 ചോദ്യങ്ങൾ ചോദിക്കാം. എല്ലാവരോടും ഞാൻ ചോദിക്കും, നീ എല്ലാവർക്കും ഒരു ചോദ്യം. അപ്പൊ ഈ 4 വാചകങ്ങളിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ആൻസർ ഉണ്ട്. ഓക്കെ. Okay. When did you leave home? Early in the morning. ഒന്നുകൂടി ഭംഗിയാക്കാനുണ്ട്. I left home early in the morning. വെരി ഗുഡ്, ഇപ്പൊ കറക്റ്റ് ആയി. I left home early in the morning. വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Why did you leave the home early? Because I had an interview for the post of office assistant. ഒന്നുകൂടി കറക്റ്റ് ചെയ്യാനുണ്ട്, ഒന്നുകൂടി ഭംഗിയാക്കാനുണ്ട്. 1 minute, sir. Why did you leave the home early? I left home early because there was reason for heavy traffic. I left home ആദ്യം ഉണ്ടായിരുന്നില്ല. Okay, why did you leave home early? I didn't, because I left home early because I had an interview. Because I had an interview. Okay, I left home ആദ്യം വരാത്തതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി ഭംഗിയാക്കാൻ പറഞ്ഞത്. Okay, one more question I am going to ask you. It was for the post of office assistant. Am I right? Yes, it was a post of office assistant. Okay, very good, very good. Okay, very good, very good. Apo Nasima. Yes, sir, പറയൂ. Okay, next question to you. What time did you leave the home? What time did you leave the home? Early in the morning. ഒന്നുകൂടി ഭംഗിയാക്കാം. എന്ത് സാർ, എന്തായിരുന്നു? What time? What time did you leave home? ആ ലീവ് എന്ന് ഒരു വാക്കിന്റെ അകത്തുണ്ട്, അത് വെച്ചാൽ വന്ന ആൻസർ. I leave. ഇല്ല, അവിടെയാണ് എന്നിട്ട് മുബീനെ പറഞ്ഞപ്പോ കറക്റ്റ് ചെയ്തു. ഓക്കെ, ഡിറ്റ് ഉണ്ട്, ലീവും ഉണ്ട്.
ഡിഡ് പ്ലസ് പ്രസന്റ് ടെൻസ് ഈസ് ഈക്വൽ ടു പാസ്റ്റ് ടെൻസ് ആണെന്ന് വിചാരിക്കുക. നീ പറഞ്ഞു. തെറ്റിക്കോട്ടെ, പറഞ്ഞോ. കിട്ടുന്നില്ല സാർ. ഞാൻ നെക്സ്റ്റ് അല്ല. ഓക്കെ, നോ പ്രോബ്ലം. ആൽഫ. Yes, sir. പറയൂ. I left my home early in the morning. ഓക്കെ, നസീമ, വേർഡാണ് ഞാൻ ഉദ്ദേശിച്ചത്. ലീവ് എന്ന് പറഞ്ഞതിന്റെ പാസ്റ്റ് ടെൻസ് ലെഫ്റ്റ് ആണ്. ഓക്കെ മനസ്സിലായി. ഐ ലെഫ്റ്റ് മൈ ഹോം ഏർലി ഇൻ ദ മോർണിംഗ്. ഞാൻ എപ്പോഴാണ് വീട്ടിൽ നിന്ന് പോകുന്നത്? ഏർലി ഇൻ ദ മോർണിംഗ്. ഓക്കെ ആൽഫ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ തിരിച്ചു വരാട്ടോ. ഹൂ ലെഫ്റ്റ് ഹോം ഏർലി ഇൻ ദ മോർണിംഗ്? ആൽഫ. I left home early in the morning. Oh, what was the purpose of leaving the home early? I left the home early because I had an interview on the post of office assistant. Very good. Okay, very good. Okay, ഇനി ഞാൻ നസീമിലേക്ക് വീണ്ടും വരികയാണ്. Did you reach there on time? I reached the time. Interview started. Already started. Did you reach there on time? On time. Did you reach there on time? എത്ര മണിയായി? ടൈം ഇത് കേൾക്കുക, എന്നിട്ട് പറഞ്ഞാൽ മതി. Did you reach there on time? On time. Interview. I attend the interview. അത്രോട് ചോദ്യം. Did you reach there on time? On time. അതാണ് already started പിന്നെ interview. I left home. Already started interview. I reached time. ഓക്കെ നസീമ, കുഴപ്പമില്ല. ശരണ്യ. Yes, sir. ഓക്കെ, ഇതേ ചോദ്യം ഞാൻ ശരണ്യയോട് ചോദിക്കുകയാണ്. ഡിഡ് യു റീച്ച് ദയർ ഓൺ ടൈം? അപ്പൊ പിന്നെ നസീം ഒരു ആൻസർ പറഞ്ഞു. ശരണ്യക്ക് എന്താ പറയാനുള്ളത്? No, sir. By the time I reached, the interview had already started because there was heavy traffic. Okay, very good. Mubina, Yes. എന്താ പറയാ? Yes, sir. ചോദ്യം ഇതാണ്, ഡിഡ് യു റീച്ച് ദയർ ഓൺ ടൈം? No, I am not reached on time. That on time. I am not reached on time. Okay, just എന്താ പറയണേ? Did you reach there on time? No, sir, I can't reach. I can't reach. I am not Nike, Mubina. Okay, Sabiya, did you reach there on time? No, sir. I can't. I can't Nike. Alpha, did you reach there on time? No, I didn't reach there on time. This is the correct answer. Very good, Alpha. എല്ലാവരും പറഞ്ഞ് നമുക്ക് ഉത്തരമായിട്ട് പരിഗണിക്കാം. അത് തെറ്റല്ല, പക്ഷെ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഇല്ലേ, അത് പറഞ്ഞത് ആൽഫയാണ്. വെരി ഗുഡ്. ഡിഡ് യു റീച്ച് ദയർ ഓൺ ടൈം? നിങ്ങൾ അവിടെ കൃത്യസമയത്ത് എത്തിയോ? ഇല്ല, എത്തിയില്ല. അപ്പൊ അവിടെ എന്ത് വരും? ഡിഡ് നോട്ട് വരും. ആമും ഇതിലൊക്കെ വരും. അതൊക്കെ വെച്ച് നമുക്ക് ആൻസർ പറയാമെങ്കിലും കറക്റ്റ് ആൻസർ വരുമ്പോ നോ, ഐ ഡിഡ് നോട്ട് റീച്ച് ദയർ ഓൺ ടൈം. ഞാൻ അവിടെ കൃത്യസമയത്ത്. എത്ര ചോദിച്ചിട്ടുള്ളൂ നമ്മളോട്? നിങ്ങൾ കൃത്യസമയത്ത് എത്തിയോ? ഇല്ല, ഞാൻ അവിടെ കൃത്യസമയത്ത് എത്തിയിട്ടില്ല. യെസ്, നോ, ഐ ഡിഡ് നോട്ട് റീച്ച്, എത്തിയിട്ടില്ല. ഐ ഡിഡ് നോട്ട് ഗോ, പോയിട്ടില്ല. ഐ ഡിഡ് നോട്ട് ജമ്പ്, ചാടിയിട്ടില്ല. ഐ ഡിഡ് നോട്ട് ഈറ്റ്, തിന്നിട്ടില്ല. ഐ ഡിഡ് നോട്ട് സ്റ്റഡി, പഠിച്ചിട്ടില്ല. ഐ ഡിഡ് നോട്ട് റീഡ്, വായിച്ചിട്ടില്ല. അങ്ങനെ
ടില്ല എന്ന് വരുമ്പോൾ ഡിഡ് നോട്ട് വരികയുള്ളൂ. ഐ ഡിഡ് നോട്ട് റീച്ച് ദയർ ഓൺ ടൈം. കൃത്യസമയത്ത് ഞാൻ അവിടെ എത്തിയിട്ടില്ല. നസീമ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ ഇന്റർവ്യൂ ഫോർ? What was the interview for? Post office assistant. Post of the assistant. Just same ചോദ്യം. What was the interview for? For the post of office assistant. Yes. Mubina, same ചോദ്യം. What was the interview for? It was the interview for the post of office assistant. Okay, it was in the okay. Sharanya, same question. What was the interview for? The interview was for the post of office assistant. Office assistant. Sabiga, what was the interview for? The interview for the post of office assistant. Yes. Alpha K Jacob, what was the interview for? The interview was for the post of office assistant. അപ്പോൾ കറക്റ്റ് ആപ്റ്റ് ആയിട്ട് പറഞ്ഞത് ശരണ്യയുമാണ്, ആൽഫയുമാണ്. ദ ഇന്റർവ്യൂ വാസ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇന്റർവ്യൂ? ദ ഇന്റർവ്യൂ വാസ്. അപ്പൊ സബിക പറഞ്ഞപ്പോ വാസ് വിട്ടുപോയി. അവിടെ ഇന്റർവ്യൂ ഫോർ ആയിരുന്നു, വാസ് വിട്ടുപോയി. ദ ഇന്റർവ്യൂ വാസ്. ഇന്റർവ്യൂ ആയിരുന്നു ഫോർ ദ പോസ്റ്റ് ഓഫ്. ആ പോസ്റ്റിന് വേണ്ടി. ഓഫ് ഓഫീസ് അസിസ്റ്റന്റ്. ഓഫീസ് അസിസ്റ്റന്റിന്റെ പോസ്റ്റിന് വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ആരുടെയും തെറ്റല്ല കേട്ടോ, കറക്റ്റ് പറഞ്ഞാണ് ഞാനത്. നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന അറിയാൻ വേണ്ടി ചോദിച്ചാണ്. യെസ്. നസീമ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചോദ്യം ശ്രദ്ധിച്ചോളൂ. ബൈ ദ ടൈം യു റീച്ച്ഡ് ദയർ ഹാഡ് ദ ഇന്റർവ്യൂ സ്റ്റാർട്ടഡ്? Yes, sir. I started interview because words നിങ്ങൾക്ക് വിട്ടുപോയി. ഓക്കെ 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 ഓക്കെ. നസീമ, ടെൻഷൻ അടിക്കില്ല, റിലാക്സ്, മൈൻഡ് ഫ്രീ ആക്കുക. എന്നിട്ട് യു ലിസൺ ടു ദ ക്വസ്റ്റ്യൻ, ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. അത്ര നോക്കിയാൽ മതി. അപ്പൊ എളുപ്പത്തിൽ പറ്റും. നോക്കിയാൽ ബൈ ദ ടൈം യു റീച്ച്ഡ് ദയർ, comma, had the interview started? Yes, sir. I started the interview because I traffic Okay, okay, okay. Just now. Okay, okay. Same question just now. By the time you reached, had the interview started? Yes, the interview already started. Okay. Mubina, same question. Yes, by the time I reached, the interview had already started. ഒന്നുകൂടി പറഞ്ഞാൽ എന്നിടക്ക് ഒരു വാക്ക് പോയ പോലെ തോന്നി, എനിക്ക് കിട്ടിയില്ല. ഒന്നുകൂടി പറഞ്ഞേ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയോ? Okay, okay, okay. No problem. By the time you reached there, had interview started? Yes, by the time I reached there, the interview had already started. Okay, Sharanya, same question. Yes. By the when I reached there, the interview had already started. When which പറഞ്ഞില്ലേ? Okay, Sabika. Yes, by the time I reached, the interview had already started. Okay, Alpha. Yes, by the time I reached there, the interview had already started. Okay, okay, okay. അപ്പോ ഇത് പക്ക കറക്റ്റ് ആയത് ആൽഫയും സബികയും മുബീനയുമാണ്. ഓക്കെ, കറക്റ്റ് ആണ്. ബൈ ദ ടൈം ശരണ്യ പറഞ്ഞപ്പോ ആ ബൈ ദ ടൈം എന്നുള്ളതിന് പകരം അവിടെ വെൻ വെച്ചു. ഇതിനകത്ത്
കറക്റ്റ് ചോദിച്ചിട്ടുള്ള ആ ക്വസ്റ്റ്യൻ അതേ വേർഡിനെ വെച്ച് പറഞ്ഞപ്പോ ആൽഫയും സബികയും മുബീനയുമാണ് കറക്റ്റ് ആയിട്ട് അതേ വേർഡിനെ വെച്ച് പറഞ്ഞത്. ബൈ ദ ടൈം യു റീച്ച് ദയർ, നിങ്ങൾ അവിടെ ചെന്നപ്പോഴേക്കും ഹാഡ് ദ ഇന്റർവ്യൂ സ്റ്റാർട്ടഡ്, ഇന്റർവ്യൂ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ബൈ ദ ടൈം ഐ റീച്ച് ദയർ, ആൻസർ കണ്ട പറഞ്ഞേ ദ ഇന്റർവ്യൂ ഹാഡ് സ്റ്റാർട്ടഡ്, ഇന്റർവ്യൂ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ നസീമ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Yes, When sir. did you leave home? എന്താ സാർ? When did you leave? L-E-A-V. When did you leave home? I left home early in the morning. Just now, same question. When did you leave home? I did leave home early in the morning. I and പിന്നെ അടുത്ത വാക്ക് I I leave എന്നല്ല, I leave എന്നല്ല പറഞ്ഞ just now. അല്ല ഞാൻ ഡിഡ് ചേർത്തിരുന്നു. ഒരു ചാൻസ് കൂടി തരാം, പറഞ്ഞോളൂ. ഇനി പറയുന്നതൊക്കെ പരിഗണിക്കുള്ളൂ. ജഡ്ജിങ് കമ്മിറ്റി ഇനി പറയുന്ന ജസ്റ്റിയുടെ ഉത്തരവേ പരിഗണിക്കുന്നുള്ളൂ. പറഞ്ഞോ. ലീവ് എന്നാണല്ലേ പറഞ്ഞത്, വേറെ വലുതാണോ എന്നാണ് ചോദിച്ചത്. ലീവ് പറഞ്ഞു, പക്ഷെ ലീവ് എന്ന് പറഞ്ഞു. എന്തിനും ഉറപ്പിക്കണം, ലീവ് വേണോ അല്ലെങ്കിൽ വേറെ വല്ലതും വേണം. ലീവാണേ, ലീവ് എന്തിനും ഉറപ്പിക്കാം അല്ലേ? എന്നാ അങ്ങനെ പോട്ടെ, ഏതായാലും ഈ പ്രാവശ്യം ഇങ്ങനെ പോട്ടെ. ഓക്കെ മുബീന, സെയിം ക്വസ്റ്റ്യൻ. I left home early in the morning. ശരണ്യ, സെയിം ക്വസ്റ്റ്യൻ. I left home early in the morning. സബിക, സെയിം ക്വസ്റ്റ്യൻ. I left home early in the morning. ആൽഫ, സെയിം ക്വസ്റ്റ്യൻ. I left the home early in the morning. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഇത് കറക്റ്റ് ആണ്. നസീമ പറഞ്ഞതും മുബീന പറഞ്ഞതും ശരണ്യ പറഞ്ഞതും സബീക പറഞ്ഞതും ആൽഫ പറഞ്ഞതും കറക്റ്റ് ആണ്. ജസ്റ്റ് ആ ലീവ് അല്ല ഇവിടെ പറയാം, ലെഫ്റ്റ് ആണ്. ഡിഡ് വരുമ്പോ അത് പാസ്റ്റ് ആണ് വിചാരിച്ചോളണം. അത് ഒന്നും കൂടി മാറ്റി പാട്ടെ എന്ന് വെച്ചാൽ 2-3 പ്രാവശ്യം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തത്. അപ്പോഴും സബീക ലീവും വിട്ടു പോലില്ല. ഞാൻ ലീവും തന്നെ പിടിച്ചേക്കെന്ന് പറഞ്ഞിരിക്കുകയാണ്, എന്ത് ചെയ്യാൻ പറ്റും. യെസ്, ഓക്കെ പോട്ടെ. നസീമ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഡിഡ് യു ലീവ് ഹോം ഏർലി? വൈ ഡിഡ് യു ലീവ് ഹോം ഏർലി? EARLY, ഏർലി. Why did you? എന്താ സാർ അത്? Why did you leave? LEAVE, leave home early? EARLY, early. I left home early in the morning. I left. കഴിഞ്ഞോ? കറക്റ്റ്. Early in the morning. പിന്നെന്താ ചോദ്യത്തിലുള്ളൂ. Why did you leave home early? I left home early in the morning. I attended the interview. Attend the interview. Okay, just now, same question. Why did you leave the home early? I left home early in the morning because I have an interview. Because I had an interview. Mubina, I left home early in the morning because I had an interview. Sharanya, I left home early in the morning because there was heavy traffic. yes. I left home. Sabika, I left home early in the morning. I had an interview. yes. Alpha, I left home early because there is heavy traffic. yes. Okay. ചോദ്യം ചോദിച്ചപ്പോ why did you leave the home early?
അപ്പൊ അതിന് ബിക്കോസ് ഏറ്റവും ആദ്യത്തെ ഐ ലെഫ്റ്റ് ദ ഹോം ഏർലി ഇൻ ദ മോർണിംഗ്, ഐ ഹാഡ് ആൻ ഇന്റർവ്യൂ ഫോർ ദ പോസ്റ്റ് ഓഫ് ഓഫീസ് അസിസ്റ്റന്റ്. അത് പറഞ്ഞാൽ മതി ആൻസർ കേട്ടോ. അപ്പോ ജസ്റ്റ് പറഞ്ഞതും മുബീന പറഞ്ഞതും സബിക പറഞ്ഞതും കറക്റ്റ് ആണ്. നസീമ പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണ്. പക്ഷെ ഒന്നുകൂടി ഒന്ന് ഭംഗി ആക്കാമായിരുന്നു. അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, വൺ മോർ ക്വസ്റ്റ്യൻ. സാർ ഒന്ന് പറയാം. ലെഫ്റ്റ് ഹോം ഏർലി ഇൻ ദ മോർണിംഗ് കറക്റ്റ് ആയിട്ട്. ബിക്കോസ് ഐ ഹാഡ് ആൻ ഇന്റർവ്യൂ ഫോർ ദ പോസ്റ്റ് ഓഫ് ഓഫീസ് അസിസ്റ്റന്റ്. I left the home early in the morning because I had an interview for the post of office assistant. Yes. ഇനി ഞാൻ അപ്പൊ ഓക്കെ, ഇനി അതിനെ കുറിച്ച് പറയുന്നില്ല. അപ്പൊ ഓക്കെ, നിങ്ങൾക്ക് ആ ചോദ്യത്തിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി ഞാനതൊരു ഇതെടുത്തിട്ടതാണ്. ഓക്കെ, ഇനി ഞാനൊരു വാചകം പറയാം. ആ വാചകം പറയുമ്പോൾ അതിന്റെ ഇംഗ്ലീഷ് നിങ്ങൾ എഴുതുക. അതിൽ ഇംഗ്ലീഷ് എഴുതുക. ആൻസർ എഴുതി വെക്കാം, എന്നിട്ട് ഓരോരുത്തരും പറഞ്ഞാൽ മതി. മലയാളത്തിലുള്ള വാചകമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരാളെ കണ്ടു കഴിഞ്ഞപ്പോ അവരോട് നിങ്ങൾ ചോദിക്കുകയാണ്, നിനക്ക് നാളെ വരാൻ കഴിയുമോ? നിനക്ക് നാളെ വരാൻ കഴിയുമോ ചോദിക്കണം. നിനക്ക് നാളെ വരാൻ കഴിയുമോ? നിങ്ങൾ 5 പേരും നിങ്ങളുടെ 6 പേരും നിങ്ങളുടേതായ രീതിയിൽ അതിന്റെ ആൻസർ. ഇനി എഴുതാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, മനസ്സിൽ എഴുതിയാലും മതി. ഞാൻ ചോദിക്കുമ്പോ പറഞ്ഞാലും മതി. എന്തോ നിനക്ക് നാളെ വരാൻ കഴിയുമോ എന്നാണോ? കഴിയോ, കഴിയുമോ നയിക്കാലും കുഴപ്പമില്ല. ക്വസ്റ്റ്യൻ മാർക്ക്. നിനക്ക് നാളെ വരാൻ കഴിയുമോ? ആ ഓക്കെ. നസീമയാണ് ഐശ്വര്യമായിട്ട് തുടങ്ങുന്നത് നല്ലത്. യെസ്. നസീമ എഴുതിയത് പറഞ്ഞു. നസീമയുടെ ഭാവനയിൽ പോരട്ടെ. Can you tomorrow come? Can you tomorrow come? അവിടെ നിൽക്കട്ടെ നസീമ. Tomorrow came എന്നാണോ? ടുമാറോ കെയിം നൽകി. ഓക്കെ 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 ഓക്കെ, അത് ഓർമ്മയുണ്ടായാൽ മതി. ജസ്റ്റ് ആണ്, ഞാനത് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയുന്നില്ല. ജസ്റ്റ് ആണ് പോരട്ടെ. എന്റെ സെന്റൻസ് കറക്റ്റ് ആയിട്ടില്ല. ഡു യു കം ടുമോറോ എന്നാണ് ഞാൻ എഴുതിയേക്കണത്. അത് കറക്റ്റ് ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് ഡു യു കം ടുമോറോ എന്നാണ്? ആ ഓക്കെ, അവിടെ നിൽക്കട്ടെ. മുബീന, Can you come tomorrow? Can you come tomorrow? Yes. അത് നസീമ പറഞ്ഞപ്പോ കം എന്നുള്ളത് കെയിം ആക്കിയിരുന്നു. ഓക്കെ, ശരണ്യ പറയൂ. Can you come tomorrow? Can you come tomorrow? സബിക. ഞാനും അതന്നെ സർ. Can you come tomorrow? ആൽഫ. Can you come tomorrow? Can you come tomorrow? ശരിയാണത്. Can you come? Can, will, shall, may ഇതൊക്കെ കഴിഞ്ഞാൽ നസീമ ഞാൻ പറഞ്ഞത് ശരിയാണ്. ഞാൻ കം എന്ന് പറഞ്ഞത്. അപ്പൊ സാറ് കം ആണോ ചോദിച്ചപ്പോ ഒന്നുകൊണ്ട് ഡൗട്ട്. Can you came എന്ന് പറയുമ്പോ അതിന്റെ പാസ്റ്റ് അല്ലേ വരുന്നത്? ഉറപ്പുള്ളവർ എന്ത് ചെയ്യണം? മാറ്റി പറയുന്നത് കം തന്നെ എന്ന് പറയണം. Can you come tomorrow? Okay. Yes. Okay, okay, okay. പക്ഷെ അതിനകത്ത് വേറെ കുഴപ്പമുണ്ടായിരുന്നു. നസീമ പറഞ്ഞപ്പോ ടുമാറോ കം എന്നാണ് ആദ്യം പറഞ്ഞത്. അല്ല അത് സോറി, അല്ല അത് പറഞ്ഞു നോക്കുമ്പോ കറക്റ്റ് ആയിട്ട് Can you come tomorrow എന്ന് വരുള്ളൂ. അപ്പൊ ആദ്യം പറഞ്ഞപ്പോ ടുമാറോ കം. അത് മലയാളം പോലെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റില്ല. കം ടുമാറോ. അപ്പൊ ഡു വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് വരാറുണ്ടോ എന്നുള്ള രീതിയിലാണ് ചോദ്യം വരുന്നത്. ഓക്കെ, ക്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിയുക എന്നുള്ളതാണ്. ഐ ക്യാൻ പ്ലേ സിത്താർ, എനിക്ക് സിത്താർ വായിക്കാൻ കഴിയും. ഐ ക്യാൻ ബൈ എ കാർ, എനിക്കൊരു കാർ വാങ്ങിക്കാൻ കഴിയും. യു ക്യാൻ ഡ്രൈവ് ദ കാർ, നിനക്ക് കാർ ഡ്രൈവ് ചെയ്യാൻ കഴിയും. ഐ ക്യാൻ സ്റ്റഡി ഇംഗ്ലീഷ്, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, നോ പ്രോബ്ലം. ഇനി രണ്ടാമത്തെ ചോദ്യം, അത് മലയാളം തന്നെയാണ്.
അത് കഴിയുമ്പോൾ അതിന്റെ ഇംഗ്ലീഷ് നിങ്ങൾ എഴുതുക. ചോദ്യം ഇതാണ്, നീ എന്നെ ഹെൽപ്പ് ചെയ്യൂ. ഹെൽപ്പ് ചെയ്യുമെന്നോ ചെയ്യുമോന്നോ എന്തെങ്കിലും അയക്കൂ, കുഴപ്പമില്ല. നീ എന്നെ ഹെൽപ്പ് ചെയ്യൂ. ഇപ്പൊ ആരോടെങ്കിലും ചോദിക്കേണ്ടി വരികയാണെങ്കിൽ ഒക്കെ ആവശ്യം വരുന്ന കാര്യങ്ങളാണ്. നിനക്ക് നാളെ വരാൻ പറ്റുമോ എന്ന് ചോദിക്കാറില്ലേ? കഴിയുമോ? അപ്പൊ കഴിയുമോ എന്നുള്ളതിന്റെ പകരം നമ്മൾ പറ്റുമോ എന്ന് ചോദിക്കും. നിനക്ക് നാളെ വരാൻ പറ്റുമോ? ഓക്കെ, നമ്മളൊരു പ്രതിസന്ധി വന്ന സമയത്ത് ഒരാളോട് ഹെൽപ്പ് ചോദിച്ചിട്ട് പറയുന്നത്, നിനക്കെന്നെ ഹെൽപ്പ് ചെയ്യാൻ നീ എന്നെ ഹെൽപ്പ് ചെയ്യൂ. ഞാൻ ഇറങ്ങി പുറപ്പെട്ട നീ എന്നെ ഹെൽപ്പ് ചെയ്യൂ. യെസ് സാർ ഞാൻ പറയാം. യെസ്, നസീമിലേക്ക് ആദ്യം വരുള്ളൂ. യെസ്, ധൈര്യമായിട്ട് പറഞ്ഞു. Can I help me? Can you help me? ഓക്കെ, അവിടെ നിൽക്കട്ടെ. ജസ്ന, പ്ലീസ് ഹെൽപ്പ് മീ എന്ന് ഞാൻ എഴുതിയിട്ടാണ്, പക്ഷെ ശരിയല്ല. നമുക്ക് മുമ്പ് വായിക്കുന്നവർ എന്ത് എഴുതി എന്നുള്ളത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പറഞ്ഞോ, എങ്കിലും അത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ജസ്ന വായിച്ചു. ജസ്ന, ഞാൻ വായിച്ചു. പ്ലീസ് ഹെൽപ്പ് മീ. പ്ലീസ് ഹെൽപ്പ് മീ. ഓക്കെ 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 ഓക്കെ, അയ്യോ ഞങ്ങൾ കേട്ടില്ല കേട്ടോ, സോറി. മുബീന, Can you help me? Can you help me? ശരണ്യ, Can you help me? Can you help me? സബീക, Can you help me? Can you help me? ആൽഫ, Will you help me? യെസ്. നോക്കിയേ, ക്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിയും എന്നുള്ള അർത്ഥമാണ്. കഴിയും, നേരത്തെ ഐ ക്യാൻ പ്ലേസ് ഇറ്റ്. എനിക്ക് സിത്താർ വായിക്കാൻ കഴിയും, അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുമല്ലോ, കഴിയും. അപ്പൊ ഇവിടെ ക്യാൻ വെച്ച് പറഞ്ഞു കഴിഞ്ഞാല് ഈ സെന്റൻസ് നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ നസീമ പറഞ്ഞതും സബിക പറഞ്ഞതും മുബീന പറഞ്ഞതും ശരണ്യ പറഞ്ഞതും കറക്റ്റാണ്. നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുമോ, നമ്മൾ ആ കഴിയുമോ എന്നുള്ള സാധനം എടുത്ത് മാറ്റി നീ എന്നെ ഹെൽപ്പ് ചെയ്യുമോ നൽകി. അപ്പൊ അത് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ ടെൻസാണ്. വില്ല് വെച്ചിട്ടാണ് പറയേണ്ടത്. അപ്പോ വില്ല് വെച്ചിട്ട് പറഞ്ഞത് ആരാണ്? ആൽഫയുടെ. ആൽഫ പറഞ്ഞതാണ് കറക്റ്റ്. വിൽ യു ഹെൽപ്പ് മീ, നീ എന്നെ സഹായിക്കുമോ, ദാറ്റ് ഈസ് കറക്റ്റ്. പിന്നെ ജസ്റ്റ് പറഞ്ഞത് നമുക്ക് പറയാം, പക്ഷെ പ്ലീസ് ഹെൽപ്പ് മീ, ദയവായിട്ട് എന്നെ സഹായിക്കൂ. സംഗതി ഇതൊക്കെ തന്നെയാണ്, പക്ഷെ നമ്മൾ ചോദിച്ച ചോദ്യത്തിന്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ അത് വരില്ല. നീ എന്നെ ഹെൽപ്പ് ചെയ്യാമോ, വിൽ യു ഹെൽപ്പ് മീ. നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുമോ, അപ്പൊ ക്യാൻ യു ഹെൽപ്പ് മീ. ഓക്കെ, അതാണ് അതിനുള്ള വ്യത്യാസം. അത് മനസ്സിലൊന്ന് ഫീഡ് ചെയ്യുക. അൽഫ, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചോദ്യം ഇതാണ്. നസീമ ചേച്ചി ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഓക്കെ ഓക്കെ, അപ്പൊ ഉത്തരം പറയുന്ന സമയത്ത് മാത്രം അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ട് പിന്നെ മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ ഓക്കെ, ചോദ്യം ഇതാണ്. നിങ്ങൾ തിരക്കിലാണോ? ഒരാളോട് നമ്മളൊരു കാര്യം ചോദിക്കുകയാണ്, നിങ്ങൾ തിരക്കിലാണോ? എന്നിട്ട് നമുക്ക് പറയാൻ യെസ്, നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങളുടേതായ രീതിയിൽ എഴുതിക്കൊള്ളൂ. നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ്, നിങ്ങൾ തിരക്കിലാണോ? സാറേ ഞാൻ പറയണോ? യെസ്, ആദ്യത്തെ Are you busy? Are you busy? Are you busy? Are you busy? ഓക്കെ ഓക്കെ ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, ജസ്നോട് വായിച്ചോളൂ. ഞാനും അത് തന്നെയാണ്. ആർ യു ബിസി? മുബീന. Anu then sir, are you busy?
Okay. Sharanya. Are you busy? Okay. Sabiga. Are you busy? Alpha. Are you busy? ഇപ്പൊ ഞാനായിട്ട് സമ്മതിക്കാതിരിക്കുന്നതിനാണ് അല്ലേ? നിങ്ങൾക്ക് 5 പേർക്കും സമ്മതമാണെങ്കിൽ 6 പേർക്ക് സമ്മതം ഞാൻ സമ്മതിച്ചു. ഓക്കെ, കറക്റ്റ്. ഇതിനാണ് നമുക്ക് വേണ്ടത്. കാരണം ഇത് എല്ലാവരും ശരിയാക്കി. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എല്ലാവരുടെയും എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് സാറേ, പെട്ടെന്ന് അറിയാലോ. ഇതെപ്പോഴും ചോദിക്കുന്ന അപ്പൊ നമ്മള് വേറെ ആളോട് ചോദിക്കുകയാണ്, ഇത് നിങ്ങളുടെ പേനയാണോ? ഒരു പേന എടുത്ത് കാണിച്ചിട്ട് അയാളോട്, താഴെ വീണ് കിടന്ന ഒരു പേനയാണ്, അതെടുത്ത് കാണിച്ചിട്ട് അയാളോട് ചോദിക്കുകയാണ്, ഇത് നിങ്ങളുടെ പേനയാണോ? അപ്പൊ നിങ്ങൾക്ക് ആവശ്യം വരുന്ന സമയത്ത് ആ പേന എന്നുള്ള മാറ്റിയിട്ട് അടിച്ചേർത്ത്, ഇത് നിങ്ങളുടെ മൊബൈലാണോ, ഇത് നിങ്ങളുടെ പുസ്തകമാണോ ചേർത്താൽ മതി. നമ്മൾ പറയാണ്, ഇത് നിങ്ങളുടെ പേനയാണോ? ഇത് നിങ്ങളുടെ പേന ആണോ? ജസ്റ്റിയുടെ കഴിയുമ്പോൾ വായിച്ചോട്ടോ. Is this your pen? Is this your pen? നസീമ. സാർ അതന്നെ. Is this your pen? Is this your pen? മുബീന. Is this your pen? Then Is this your pen തന്നെ അല്ലേ? ശരണ്യ. Is this your pen? അതന്നെ സാറേ. സബിക. Is it your pen? Is it your pen? ആൽഫ. Is it your pen? ഓക്കെ, അപ്പൊ 2 പേര് ഇറ്റ് എഴുതിയിട്ടുണ്ട്, ഒരാൾ ദിസ് എഴുതിയിട്ടുണ്ട്. ഇതും കുഴപ്പമില്ല, നമ്മളുടെ 6 പേരുടെയും ശരി തന്നെയാണ്. പിന്നെ കുറച്ചും കൂടി ഒരു ഭംഗി ആൽഫ എഴുതിയത് സബി, ഈസ് ഇറ്റ് യുവർ പെൻ, അത് കുറച്ചുകൂടി ഭംഗി പറയാനായിട്ട്. ഓക്കെ, എല്ലാം കറക്റ്റ് തന്നെയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത്, ഒരാളെ കണ്ടു കഴിഞ്ഞപ്പോ നിങ്ങൾക്കൊരു സംശയം, അപ്പൊ അദ്ദേഹത്തോട് നിങ്ങൾ ചോദിക്കുകയാണ്, ഒരു അറിവിന് വേണ്ടിയിട്ട്, നിങ്ങൾ പുകവലിക്കും? നിങ്ങൾ പുകവലിക്കുമോ? യെസ്, എഴുതിക്കോളൂ. നസീമിടെ കഴിയുമ്പോൾ വായിച്ചോട്ടോ. പുകവലിക്കാന്നുള്ളതിന് സ്മോക്ക് എന്ന് എഴുതിയാൽ മതി. SMOKE, സ്മോക്ക്. ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചു. വേറെ എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ അതിന്റെ മുന്നിലും പിന്നിലുള്ള സംഗതികളൊക്കെ പൂരിപ്പിച്ചു. ഓക്കെ, നസീമ വായിച്ചോളൂ. സാർ, വായിച്ചോ. നിങ്ങൾ പുക വലിക്കുമോന്നല്ലേ? Are you smoking? Are you smoking? Just Do you smoke? Do you smoke? Oho. Mubina? did you smoke? Do you smoke? Do what did you know? Do you smoke? Do you smoke? Sharanya? Do you smoke? Do you smoke? Sabiga? Do you smoke? Alpha? Are you a smoker?
Are you a smoke? ആർ യു സ്മോക്ക്? അപ്പൊ ഇതിന്റെ അകത്ത് കറക്റ്റ് ആയിരിക്കുന്നത് ജസ്ന, സബിക, മുബീന, ശരണ്യ. ഇത് പറ്റി അല്പം തെറ്റിപ്പോയി. നോക്കിയേ, നിങ്ങൾ പുകവലിക്കുമോ? ആറ് പുകവലിക്കുകയാകുന്നോ എന്ന് ചോദിക്കുമ്പോഴാണ് ആറ് വരുള്ളൂ. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറിന്റെ അർത്ഥം ആകുന്നു എന്നാണ്. അപ്പൊ അത് നമ്മൾ ആദ്യം ചേർക്കുമ്പോൾ ആകുന്നു എന്നുള്ളത് ആകുന്നോ എന്നാക്കാം. ആർ യു സ്മോക്കിംഗ്? നിങ്ങൾ പുകവലിക്കുകയാകുന്നോ? അത് അപ്പൊ പുകവലിക്കണ കാണുമ്പോഴാണ്. ഇവിടെ നമ്മൾ ചോദിക്കുന്നത് പുകവലിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ എന്നാണ്. ഡു യു സ്മോക്ക്? നിങ്ങൾ പുകവലിക്കുമോ? നോ, ഐ ഡു നോട്ട് സ്മോക്ക്. അല്ലെങ്കിൽ യെസ്, ഐ സ്മോക്ക്. അപ്പൊ ഡു യു സ്മോക്ക് ആണ് കറക്റ്റ്. ഓക്കെ, ഇനി അടുത്തത്. നിങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ 3, 2, 4, 5, 6 പേരുണ്ട് വിചാരിച്ചു. അപ്പോഴാണ് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു ലേഡി അകലേക്ക് വന്നെ കാണുന്നത്. അപ്പോ അതിലൊരാൾ പറയുക അവള് വരുന്നുണ്ട്, അവള് വരുന്നുണ്ട്. യെസ്, എന്തോ ഒരു ഇംഗ്ലീഷ്. അവള് വരുന്നുണ്ട്. അവള് വരുന്നത് കണ്ടട്ടോ. അത് കണ്ടു കഴിഞ്ഞപ്പോ മറ്റുള്ളവരോട് പറയണം അവള് വരുന്നുണ്ട്. സാർ പറയട്ടെ. യെസ്, ഷീ ഈസ് കമ്മിങ്. ഷീ ഈസ് കമ്മിങ്. ഓ, ഓക്കെ. ജസ്ന? ഞാനും അങ്ങനെ എഴുതിയത്. ഞാനും അങ്ങനെ തന്നെ. മുബീന? മുബീന? She will come. ഷീ വിൽ കം നോക്കി. ശരണ്യ? She is coming. അപ്പോ ജസ്റ്റിൻ നസീമ പറഞ്ഞതുപോലെ തന്നെ അല്ലേ? ഓക്കെ. സബിക? ഷീ ഈസ് കമ്മിങ്. ഷീ ഈസ് കമ്മിങ്. ആൽഫ? She is coming. ഷീ ഈസ് കമ്മിങ്. കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് തന്നെ. ഷീ ഈസ് കമ്മിങ്. വിൽ വന്നു കഴിഞ്ഞാൽ മുബീന വരും എന്നാണ്. വിൽ എന്ന് വന്നു കഴിഞ്ഞാൽ വരും. നമ്മൾ അവിടെ നേരത്തെ രണ്ടാമത്തെ നമ്മൾ എഴുതി നീ എന്നെ സഹായിക്കുമോ? വിൽ യു ഹെൽപ്പ് മീ? അല്ല, ഭാവിയിൽ നടക്കാൻ പോണ കാര്യമാണ്. ഇത് അങ്ങനെയല്ല, വരുന്നത് നമുക്ക് കാണണം. കണ്ടു, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. വരുമോ എന്നല്ല, ഇതാ വരുന്നത് ഐറ്റം വരേണ്ട അവിടെ നിന്ന്. അത് കണ്ടിട്ടാണ് പറയുന്നത് വരുന്നുണ്ട് ഐറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ആലോചിച്ച് ചെയ്താൽ മതി. നീ എന്തിനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? നീ എന്തിനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? നീ എന്തിനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? സംസാരിക്കുക എന്നുള്ളതിന് ടോക്ക് കൊടുക്കുക. TALK, ടോക്ക്. നീ എന്തിനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? സാർ പറയട്ടെ. വെരി ഗുഡ്. പറഞ്ഞോളൂ നസീമ. വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്? വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്? ജസ്ന? ഞാനും അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതന്നെ എഴുതിയിരിക്കുന്നത്. What are you? ശരണ്യ? Yes, sir. അത് തന്നെ എഴുതിയേക്കണത്. What are you talking Sabiha? about? സബിക? അതന്നെയാണ് സർ. വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്? ആൽഫ? What are you talking about? ഓക്കെ 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 ഓക്കെ, ശരിയാണ്. എല്ലാവരുടെയും ആൻസർ കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്.
ഞാൻ ഇന്നലെ വന്നു. ഞാൻ ഇന്നലെ വന്നു. സാർ ഞാൻ പറയട്ടെ. ഓക്കെ പറഞ്ഞോ. I came yesterday. ജസ്ന, അതന്നെ. മുബീന, അതന്നെ sir, I came yesterday. ശരണ്യ, അതന്നെ sir, I came yesterday. സബിക, അതന്നെ സർ, ഐ കെയിം യെസ്റ്റർഡേ. ആൽഫ. I came yesterday. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് എല്ലാവരുടെയും കറക്റ്റ് തന്നെയാണ്. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തത്, എന്തുകൊണ്ട് നിനക്ക് നാളെ വരാൻ കഴിയില്ല? എന്തുകൊണ്ട് നിനക്ക് നാളെ വരാൻ കഴിയില്ല? എന്തുകൊണ്ട് നിനക്ക് നാളെ വരാൻ കഴിയില്ല? യെസ്, നസീമിന്റെ കഴിയുമ്പോൾ വായിച്ചോട്ടാ. Why can't you come tomorrow? Why can't you come tomorrow? Can't Just you come tomorrow? ഞാൻ എഴുതണുള്ളൂ സാറേ, പറയട്ടെ. എന്താണ് ജസ്റ്റ് പറഞ്ഞിട്ടില്ല. ഞാൻ എഴുതണുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ കഴിയുമ്പോൾ പറഞ്ഞാൽ മതി. മുബീന, Why can't you come tomorrow? ശരണ്യ, Why don't you come tomorrow എന്ന് എഴുതിയത്. why don't you come tomorrow? സബിക, ജസ്നയുടെ വൈ കഴിഞ്ഞു. കാണ്ട് യു കം ടുമോറോ. ഞാനും ശരണ്യ ഇതേപോലെ വൈ ഡോണ്ട് യു കം ടുമോറോ എന്നാണ് എഴുതിയത്. Why don't you come tomorrow? Okay. ആൽഫ, Why can't you come tomorrow? why can't you come tomorrow? അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, എന്തുകൊണ്ട് വരാൻ കഴിയില്ല? കഴിയുക എന്ന് വരുമ്പോ അവിടെ എന്ത് വരും? ക്യാൻ എന്ന് പറയുന്ന വേർഡ് കയറും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ക്യാൻ. അപ്പോ why can't you come tomorrow? That is correct. Why can't you come tomorrow? Yes. ഈ ആ ചോദ്യം ചെറുതായിട്ടൊന്ന് മാറ്റുകയാണ്. ഇപ്പൊ നമ്മ പറഞ്ഞത് എന്തുകൊണ്ട് നാളെ നിനക്ക് വരാൻ കഴിയില്ല. ആ ചോദ്യം ഒന്ന് എഡിറ്റ് ചെയ്തു. എന്തുകൊണ്ട് നാളെ നീ വരില്ല? എന്തുകൊണ്ട് നാളെ നീ വരില്ല? എന്തുകൊണ്ട് നാളെ നീ വരില്ല? എന്തുകൊണ്ട് നാളെ നീ വരില്ല? നസീമിയുടെ കഴിവ് വായിച്ചോട്ടോ. Why don't you come tomorrow? ജസ്ന, വൈ ഡോണ്ട് യു കം ടുമോറോ. മുബീന, Why don't you come tomorrow? ശരണ്യ, Why don't you come tomorrow? സബിക, വൈ ഡോണ്ട് യു കം ടുമോറോ. ആൽഫ. Why don't you come tomorrow? കറക്റ്റ് ആൻസർ, തെറ്റൊന്നുമില്ല, കറക്റ്റ് തന്നെയാണ്. അപ്പൊ നേരത്തെ ആ ഡോണ്ട് വെച്ച ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റി പറഞ്ഞത്. ഓക്കെ, വൈ ഡോണ്ട് യു കം ടുമോറോ. ഞാൻ ഒന്നും കൂടി ചെറുതായിട്ട് ആ വാചകം ഒന്ന് എഡിറ്റ് ചെയ്യണം. നീ ഇന്നലെ എന്തുകൊണ്ട് വന്നില്ല?
ചോദ്യം ഞാൻ ഒന്നുകൂടി എഡിറ്റ് ചെയ്തു. നീ ഇന്നലെ എന്തുകൊണ്ട് വന്നില്ല? Why didn't you come yesterday? നസീം ഡായ്മ വായിച്ചോട്ടോ. Why didn't you come yesterday? Why didn't you come yesterday? Just Why didn't you come yesterday? ശരണ്യ. അതന്നെ sir. Why didn't you come yesterday? Okay, ആൽഫ. Why didn't you come yesterday? സബിക. Why didn't you come yesterday? ഓക്കെ. ഇതും എല്ലാവരുടെയും കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ പ്രകടനം ഇന്നലെയും ഗ്രാമറിൽ നിങ്ങൾ പോരാടിപ്പിക്കേണ്ടതെന്ന് വെച്ച് യെസ്. അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം മനോഹരമായിരുന്നു. യു ആർ ഇന്റലിജന്റ് ആൻഡ് സ്മാർട്ട്. Okay. Thank you, sir. Thank you. We will Thank meet you, in sir. the next class. Okay. Okay, sir. Thank you, Good sir. night. Thank you, sir. Good night, sir. Good night. Thank you, sir. Good night. Good night. Night.